അപ്പോൾ നിങ്ങളൊക്കെ ജോലി കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ റൈഡ് പോയിട്ട് സൊമാറ്റോ വ്ലോഗ് നമ്പർ 70 ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര? 26/3/2024 ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച സാറിന് ഓർഡർ കുറവാണ്, എന്നാലും പോയി നോക്കാം. പൈസയുടെ ആവശ്യമുണ്ടല്ലോ, കണ്ടന്റ് വേണ്ടേ. മണി ഇപ്പോൾ കറക്റ്റ് 6:30 മണിയായിട്ടുണ്ട്. വൈകുന്നേരം 6 to 10 വർക്ക് ചെയ്യുന്ന സമയം 4 മണിക്കൂറത്തെ വർക്ക് ചെയ്യാൻ പോവുകയാണ്. അരമണിക്കൂറായിട്ടുണ്ട് ഓർഡർ അടിച്ചിട്ടില്ല. നേരെ പൂജപ്പുര പിന്നോട് പോകാം. അവിടെ പോയി നിന്ന് ഓർഡർ അടിച്ച് എങ്ങോട്ടെങ്കിലും പോവാം അല്ലേ. അപ്പോൾ നിങ്ങൾ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ റൈഡ് പോയിട്ട് ഒരു സൊമാറ്റോ റൈഡ് ചുമ്മാ സിറ്റിക്കകത്ത് പോയിട്ടില്ല വാ. അപ്പൊ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷം ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പൊ ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്. കാമോൺ ഗായ്സ്, കട്ടക്ക് നിൽക്കണം. ബാ ബാ ബാ. അപ്പൊ ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്. കമോൺ ഗായ്സ്, കട്ടക്ക് നിൽക്കണം. പറ. അപ്പോൾ ഓക്കെ, ബ്ലാക്ക് ബൈസൺ പോന്നാ. കമോൺ റൈഡ് പോയിട്ടാ സൂപ്പറായിട്ട്. ദൈവമേ കാത്തോണേ. ഓക്കെ ശരി, പോയിട്ടാ പോയിട്ടാ. അപ്പോൾ ഓക്കെ പോന്നാ. അപ്പോൾ ഫോണ്, പേഴ്സ്, ഹെഡ്ഫോൺ, റെയിൻകോട്ട്, കുടിക്കാനുള്ള വെള്ളം എല്ലാം അടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. മണി ഇപ്പോൾ കറക്റ്റ് എത്ര മണിയായി? 6:30 മണി കഴിഞ്ഞിട്ടുണ്ട്. ഓർഡർ ഷോകാണ്, എന്ത് ചെയ്യാൻ, കുഴപ്പമില്ല. എന്നാലും പോയി ഇറങ്ങാം. ചുമ്മാ വീട്ടിൽ ഇരുന്നേ പൈസ കിട്ടോ. റൗണ്ട് പോയിട്ടില്ല. 10-300 കിട്ടുമായിരിക്കും. മതി. നമ്മളങ്ങനെ പൂജപ്പര മെയിൻ റോഡ് എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്യാം. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഓർഡർ അടിച്ചിട്ട് ലൊക്കേഷൻ മാറ്റാം. ഓക്കെ ഓക്കെ. ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. തറവാട്ടിൽ തനിമ റെസ്റ്റോറൻറ്റ്. ചെറിയ ഓർഡർ അടിക്കാനാണെങ്കിൽ ഒരു 5 കിലോമീറ്റർ അടി മിനിമം. അപ്പോൾ തുമ്പിക്കൈയിൽ മോദകമേതും, തുമ്പിക്കൈയിൽ മോദകം, തുമ്പിക്കൈയിൽ മോദകമേന്തും ഉണ്ണി ഗണപതിയേ. അണ്ണാന്ന് വഴി മാറിത്താണ് കയറി പിക്കോട്ടെ. ഈ പാവം ജീവിച്ചോട്ടെ. വയറ്റിപ്പഴപ്പാണ്, ഒന്ന് മാറിട്ടാ. ഇതൊക്കെ പറയാണ്ടിരിക്കണല്ലേ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ പട്ട ബ്ലോക്ക് ഇട്ടാ പൂജപ്പുര. ഒരു 5:30 തൊട്ട് ഒരു 7-8 മണി വരെ ഭയങ്കര ബ്ലോക്കായിരിക്കും. പിന്നെ ഫ്രീ ആവും, കുഴപ്പമൊന്നുമില്ല. ഓക്കെ നമ്മളങ്ങനെ തനിമ റെസ്റ്റോറൻറ്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ വണ്ടി വയ്ക്കാം. ഈ സൈഡിൽ വയ്ക്കാം. ഓക്കെ റെഡി വന്നു. 4061. ഓക്കെ ഓർഡർ പിക്ക്ഡ്. ഫസ്റ്റ് ഓർഡർ ഡിലേ കുറച്ചായി, ഒരു 10 മിനിറ്റ് എത്രയാണ്, കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ അടുത്ത് അതുപോലെ ഉത്സവം, അതിൻ്റെ പാട്ടാണ്. അപ്പോൾ നമ്മൾ ഓർഡർ കൈപ്പറ്റി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ അടുത്ത് തന്നെ. ഇവിടെ 1.3 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. കൊണ്ടുപോകുന്ന ഐറ്റം ഇടിയപ്പം, മുട്ട റോസ്റ്റാണ്. മണി ഇപ്പോൾ കറക്റ്റ് 7 മണിയായിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ 7 മണിയായി. ശരി, എന്ത് ചെയ്യും, ഇന്നത്തെ ഓർഡർ ഷോകം തന്നെ. കുഴപ്പമില്ല, നല്ല വൈബുണ്ട്, അടിപൊളിയായിരിക്കണം. വീട്ടിൽ ഇരുന്നാലേ ഒരുമാതിരി ബോറടിക്കണം. അതുമില്ലാതെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കും. അതിനേക്കാൾ നല്ലത് ചുമ്മാ ബൈക്ക് എടുത്തുകൊണ്ട് പുറത്തിറങ്ങിയിട്ട് ഒന്ന് കറങ്ങിയിട്ട് വന്നാലേ എല്ലാ വിഷമം മാറും അല്ലേ. വീട്ടിൽ ഇരുന്നാലേ ശരിയാവില്ല. എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ട് അയ്യോ അങ്ങനെ ആയല്ലോ ഇങ്ങനെ ആയല്ലോ. ഇതാണ് ചെങ്കളൂർ കോവിൽ, മഹാദേവ കോവിൽ, ശിവകോവിലാണ്. ദൈവമേ കാത്തോണേ. ഇവിടേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക ആശ്വാസമാണ്. അതായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ കോവിലിൽ ഇപ്പോൾ ചുമ്മാ ഇരുന്നാൽ മതി. ഒന്ന് മനസ്സ് റിലാക്സേഷനാക്കി നല്ലൊരു വൈബ് കിട്ടും, സീരിയസ് ആയിട്ട്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വരും. നല്ലപോലെ തൊഴുതോ. ഓം ഗുരി നമ ശിവായ, ശിവനെ കാത്തോണേ. സൂപ്പർ അല്ലേ. ഇവിടുത്തെ കോവിലിൽ വരുമ്പോൾ തന്നെ ഇവിടുത്തെ മണിയടി സൗണ്ടും ആ ഒരു പാട്ടും ആ ഒരു മ്യൂസിക് കേൾക്കുമ്പോൾ എന്തോ ഒരു ശാന്തത അല്ലേ. ഓം ഗ്രീം നമ ശിവായ, ഓം നമോ നമ ശിവായ, ഓം ഗ്രീം നമ ശിവായ, ഓം നമോ നമ ശിവായ. അയ്യോ കുത്തുകയറ്റമാണല്ലോ. ഇവിടെയൊക്കെ വഴിയുണ്ടാ? മാപ്പ് കാണിച്ച് കയറി പോയാൽ വലിയ കാര്യത്തിൽ. വഴിയുണ്ടാ? വഴി ഉണ്ടോ എന്തോ ഒരു പിടിയില്ലല്ലോ. ഓ ഇങ്ങോട്ടാ. ശരി കുഴപ്പമില്ല, വഴിയൊക്കെ ഉണ്ട്. അയ്യോ ഇപ്പോൾ പണി കഴിഞ്ഞുള്ളൂ. രക്ഷപ്പെട്ട് എല്ലാം മൂടിയിട്ട് ഇങ്ങോട്ടാ, ലെഫ്റ്റിലോട്ട്. റോഡ് ഇട്ടതേ ഉള്ളൂ. കയറി പോണോ? പോവാം, എന്ത് ചെയ്യാൻ, കയറിയില്ലേ പറ്റൂ. ഉണങ്ങി കാണുമല്ലോ. ഇവിടെ തന്നെയല്ലോ. ഓക്കെ ഓർഡർ ഡെലിവേർഡ്. ഓക്കെ അപ്പോൾ പോന്നാ. അങ്ങനെ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 21.49 പൈസയാണ്. ഇപ്പോൾ നേരെ എങ്ങോട്ട് പോവാൻ? പൂജപ്പുരയിൽ നിന്ന് നമ്മൾ നിൽക്കുന്ന സ്ഥലം പൂജപ്പുരയല്ലേ, വട്ടവിള അല്ലേ. രണ്ടാമത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട്, ലഞ്ച് ബോക്സോടെ. അത് പാളയം ബേക്കറി സ്റ്റേഷനിൽ. രണ്ടാമത്തെ ഓർഡർ അടിക്കാൻ കറക്റ്റ് 15 മിനിറ്റായി. ഓക്കെ പോന്നാ. കമോൺ. ഭയങ്കര ലേറ്റായിട്ടാണ് ഓർഡർ അടിക്കുന്നതൊക്കെ. ശോകം. നല്ല ഓർഡർ അടിക്കുമ്പോഴേ ഉഷാറുള്ളൂ അല്ലേ. ഇല്ലെങ്കിൽ ഒരുമാതിരി ആർക്കോ വേണ്ടി വർക്ക് ചെയ്യുമ്പോഴായിപ്പോൾ. ഓക്കെ നമുക്ക് പെട്രോൾ അടിച്ചിട്ട് പോകാം. ഒരു 100 രൂപയ്ക്ക് പെട്രോൾ അടിക്കാം. ബർമൻ സാറിനെ വിളി, കുറേ ദിവസം കണ്ട്. മനസ്സിലായോ? 110. പെട്രോൾ അടിച്ചിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. ഇനി നേരെ പോകണ്ടനെ. ഭയങ്കര വിഷമായിരുന്നു. ഓർഡർ കുറവ്. വെറുതെ ഇറങ്ങിയതിലായിപ്പോയി അല്ലേ. ഓക്കെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ടോ? എല്ലാം ഫുള്ളായല്ലോ. ശരി സൈഡിൽ നിർത്താം. ഓക്കെ റെഡി ആയിട്ടുണ്ട്. എടുക്കാൻ പോയി. എൻ്റെ 10 മിനിറ്റ് കൂടുതലായി. എല്ലായിടത്തും ഡിലേ ആയി. എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ. അത് ഓർഡർ കുറവ്. ഡിലേയും കൂടെ ആയാൽ നല്ല നന്നായിരിക്കും. ഇവിടെ തന്നെ ഇത് റെഡി വന്നേ. അതുകൊണ്ടോ
ഓക്കെ, ഇപ്പം കണ്ടി ഓർഡർ ഐറ്റം വായിച്ച് പറയാം, ഇല്ലെന്നുണ്ടെങ്കിൽ ശരിയാവില്ല. പരാഗ് പനീർ ആൻഡ് പൊറാത്ത ലഞ്ച് ബോക്സ്, ആലു പൊറാത്ത വിത്ത് ഡായ് മഖനി, ആലു പൊറാത്ത കേർഡ് മീൽ. ഓക്കെ, പിക്ഡ് ഓർഡർ. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ PTP നഗറാണ്. ഇവിടുന്ന് 5.5 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം നേരത്തെ പറഞ്ഞാൽ തന്നെ അത് കാണാതെ പറയാൻ പറ്റില്ല, അത്ര വലിയ പേരുകളാണ്. ഇങ്ങനെയൊക്കെ പാടാറുള്ളൂ. ജീവിതത്തിൽ സന്തോഷം വരെ ദുഃഖം വരും അല്ലേ, മാറി മാറി. നമ്മൾ വിചാരിച്ച കാര്യം നടക്കുമ്പോൾ സന്തോഷമാണ്, നമ്മൾ വിചാരിച്ച കാര്യം നടക്കാതെ ആകുമ്പോഴാണ് ദുഃഖമാവണം അല്ലേ. അപ്പോൾ നടക്കും നടക്കാതിരിക്കും, ഈ രണ്ട് സ്റ്റാറ്റസിലാണ് നമ്മളെ കളിയുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെ എടുക്കണമെന്ന് ഉള്ളതാണ് നമ്മളെ ലൈഫിൻ്റെ പർപ്പസ്. അപ്പോൾ എങ്ങനെ പോയാലും സന്തോഷവും ദുഃഖവും ലൈഫ് ലോങ് ഫുള്ള് കൂടെ കാണും. അപ്പോൾ സന്തോഷം വരുമ്പോൾ സന്തോഷിക്കുക, ദുഃഖം വരുമ്പോൾ ജസ്റ്റ് ഒന്ന് വിഷമിക്കുക, ഉടനെ തന്നെ മറന്ന് ഡൈവേർട്ടായി അടുത്തതിലോട്ട് പൊയ്ക്കണം. അല്ലാതെ അവിടെ നിന്ന് വിഷമിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇനി വരുന്ന സന്തോഷവും ഇല്ലാതായിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ലൈഫ് ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. വേറെ വിഷയമൊന്നുമില്ല, ലൈഫ് അടിച്ചു പൊളിക്കണം കാശ്, അത്ര തന്നെ ഒറ്റ ലൈഫിലേ ഉള്ളൂ. വേറെ നോക്കാനൊന്നുമില്ല, കറക്റ്റാക്കി നിൽക്കണം. ബാ ഇതാണ് ഇന്നത്തെ മെസ്സേജ്. ശാസ്ത്രമംഗലം എത്തിയിട്ടുണ്ട്, സൂപ്പറല്ലേ. ഇവിടെ ലൈറ്റ് മാറ്റിയില്ല ഇതിലോട്ട് അല്ലേ, ഇതെപ്പോൾ ഇട്ടത് ഓണത്തിനാണ്. ശരി, എന്തെങ്കിലും ആവട്ടെ, സംഭവം കൊള്ളാം, സൂപ്പറായി, നല്ല വെളിച്ചമുണ്ട്. സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലെങ്കിൽ ഈ ലൈറ്റ് ഉണ്ടല്ലോ അല്ലേ, അത് മതി. നമ്മളെ തേക്കുന്ന ആൾക്കാരുടെ നമ്മൾ ക്ഷമ കൊടുക്കാനേ പാടില്ല, അറിയാമോ. അപ്പോൾ നമ്മളെ തേച്ചിട്ട് പോകുന്ന ആൾക്കാരുടെ നമ്മൾ പിന്നെയും പോയി ക്ഷമ കൊടുക്കുകയാണ്. ശരി പോട്ടെ, ഇനി കാണിക്കല്ലേ മേലാൽ. അപ്പോൾ നമ്മളങ്ങനെ ഓരോ പ്രാവശ്യം ചാൻസ് കൊടുക്കുകയാണ്. ഈ ചാൻസ് കൊടുക്കുമ്പോഴൊക്കെ ടാപ്പ് തന്നുകൊണ്ടിരുന്ന് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ടോട്ടലായിട്ട് അവോയ്ഡ് ചെയ്യുക. ഈ ജന്മത്ത് അവരെ ചേർക്കാൻ കൊള്ളില്ല, അതൊക്കെ ജന്മ സ്വഭാവമാണ് അല്ലേ, ഒന്നും മാറും. അവർക്കൊരു ഉഗ്രം ടാപ്പ് കിട്ടും, ഇവൻ കാണിച്ച ടാപ്പ് പോലെ തന്നെ ഇവന് ഉഗ്രം ടാപ്പ് കിട്ടും. അപ്പം പഠിക്കുക നമ്മൾ എന്ത് കാണിച്ചു നമുക്ക് എന്ത് കെട്ടിയെന്നുള്ളത് അല്ലേ. അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ആൾക്കാർക്ക് കൂട്ടുവിടാൻ പാടില്ല, നമ്മൾ അവരെ പോലെ ആയിപ്പോ. മനസ്സിലായല്ലോ, ഇതാണ് രണ്ടാമത്തെ മെസ്സേജ്. നേற்று നടந்த കായത്തെ എണ്ണി ന്യായത്തെ വിടലാമാ, ന്യായം കായം അവനെ അറിവാൻ അവനിടം അത് നീ വിട്ട് ചെൽ. ഹേയ് തോഴാ മുന്നാൽ വാടാ മുന്നാൽ മുടിയും. ഓക്കെ, ലൊക്കേഷൻ എത്തി. ഈ മുടുക്കിലാണ് പറഞ്ഞത്. അയ്യോ, ബാറ്ററി ഫുള്ളും പോയി, ഡൗണായി. ബാറ്ററി ഡൗണായി കിടക്കുകയാണ്, ഒന്ന് മാറ്റാൻ പോകണം വിചാരിച്ച് നടക്കുന്നില്ല. നാളെ എന്തായാലും പോയാൽ പറ്റും. ബാറ്ററി വാറൻ്റി ആയിട്ട് കുഴപ്പമില്ല, ഇതുപോലെ എവിടെയെങ്കിലും പോയി പെട്ടുപോകും. സ്റ്റാർട്ടാവും. ഓക്കെ, സ്റ്റാർട്ടായി. ഓക്കെ, ഈ മുടിക്കാണ് പോകേണ്ടത്. ഇവിടെ നിന്ന് ബൈക്ക് വളയ്ക്കാൻ പറ്റും, താഴോട്ട് പോയിട്ട് പണിയാവോ. ശരി, പോയി നോക്കാം. എല്ലാ പുകഴും ഇറവൻ ഒരുവൻകേ നീ നദി പോലെ ഓടിക്കൊണ്ടിരാ. 145 F ആണല്ലേ. മുന്നാൽ വാടാ. ബാക്ക് സസ്പെൻഷൻ പോയിട്ടോ, സൗണ്ട് കേൾക്കണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 55 രൂപ 92 പൈസയാണ്. അപ്പോൾ നേരെ അങ്ങോട്ട് പോകാൻ ശാസ്ത്രമംഗലം പോകാതെ, അവിടെ പോയി അടുത്ത ഓർഡർ അടിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ന്യൂ അനന്തപുരി ഫുഡാണ്, ന്യൂ അനന്തപുരി ഫാസ്റ്റ് ഫുഡ്. ഓക്കെ, അക്സെപ്റ്റ്. ഓക്കെ, റെഡി ആയിട്ടുണ്ട് ഓർഡർ. ഒന്ന് പൊക്കോട്ടോ, കയറി വരല്ലേ. 5453 5453. ഇത് ആർക്ക് ചെവി കേട്ടൂടെ, നാടൻ ചിക്കൻ. ഓക്കെ, എന്തോന്ന് ഒരാൾ നിൽക്കിയിട്ട് മൈൻഡ് ചെയ്യണോ, കോമഡി ആയിരിക്കണം. ശരി, കുഴപ്പമില്ല, പോട്ട്, അവർക്ക് എന്ത് തിരക്കോ. ഓക്കെ, അങ്ങനെ ഓർഡർ കൈപ്പിടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ വട്ടിയൂർക്കാവാണ്. ഇവിടെ നിന്ന് 3.6 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം നാടൻ ചിക്കൻ പരട്ട് ഇടിയപ്പമാണ്. അപ്പോൾ വേറെ വിഷയമൊന്നുമില്ല, കട്ടയ്ക്ക് മുന്നോട്ട് പോകും, അത്ര തന്നെ. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഈ സൊമാറ്റോ ജോലി ടാപ്പെന്ന് പറഞ്ഞാലും ഒരു അത്യാവശ്യ സമയത്ത് പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ജോലി പോയാൽ പറ്റും അല്ലേ. അപ്പോൾ ചെയ്യുന്ന ജോലി ശമ്പളം തികയില്ല എന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഈ ജോലി അത്യാവശ്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ഓടാമല്ലോ പൈസ ആവശ്യമുള്ള സമയത്തൊക്കെ അല്ലേ. ഓക്കെ, നമ്മളങ്ങനെ വട്ടിയൂർക്കാവ് ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ റൈറ്റാണ് പോകേണ്ടത്. ലൊക്കേഷൻ തറയി, ഇവിടെ ലെഫ്റ്റാണ് പോകേണ്ടത്. അയ്യോ, കുറച്ച് മുമ്പിലോട്ടായി പോയി. കഥയില മുന്നാടി പോയിട്ടിங்க, എவ்வளவு മുന്നാടി, ரொம்ப മുന്നാടി പോയിട്ടിங்க. ഓക്കെ, ഇവിടെ റൈറ്റാണ് പോകേണ്ടത്. ഇവിടെ ആരെങ്കിലും തോന്നുന്നു, ആർക്കറിയാം, പോയി നോക്കാം. ഹൗസ് നമ്പർ എത്ര ഇത്, 69. ഓക്കെ, 69 ആകുമ്പോൾ 70. ഈ ആര് കാണുമ്പോഴേ ഹോറർ ലുക്ക് ആയിരിക്കണല്ലോ. 70. ഓക്കെ, 71. ഈ വീടായിരിക്കണം. ഈ വീട് പണിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, ഇതായിരിക്കില്ല. ഇവിടെ അവിടെ വീടാണ് ആദ്യം തന്നെ. ലൊക്കേഷൻ റീച്ച്ഡ്. ഇവിടെ അല്ലേ, ആരുണ്ടല്ലേ.
ഓക്കെ എന്നാൽ ശരി ശരി ഓക്കെ. ആ കാണാറുണ്ടാ കൈയോള് അടിപൊളി അരുണല്ലേ? ഓക്കെ താങ്ക് യു കേട്ടോ സപ്പോർട്ട് ചെയ്യാൻ. ഇന്ന് ഓട്ടം കുറവ് ഒന്നുമില്ല ചുമ്മാണെന്ന് ഓർമ്മ. അപ്പോൾ ശരി എന്നാ ബൈ. ശരി എന്നാൽ ഓക്കെ എന്നാൽ എല്ലാ വഴിയും കാണണേ, സൊമാറ്റോ മാത്രം കാണല്ലേ? എല്ലാ വഴിയും കാണാം തന്നെ. ശരി ശരി. ആ അന്നോട്ട് കാണാറുണ്ടാ? ആ അതെ 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 സൂപ്പർ അടിപൊളി. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. ശരി ഓക്കെ എന്നാൽ ഉണ്ടാ നമ്മൾ ആൾക്കാർ എല്ലായിടത്തും ഉണ്ടല്ലേ. സൂപ്പർ വേറെ ലെവൽ. ഇന്നത്തെ വൈബ് ഒരു മൂഡ് ഓഫ് ആയിരുന്നു. പുള്ളി കണ്ടപ്പോൾ എല്ലാം ഓക്കെ ആയി. ഓക്കെ സൂപ്പർ. അപ്പോൾ പോന്നാ ഓക്കെ. അപ്പോൾ ഇപ്പോൾ കട്ടി ഓർഡർ പേയ്മെൻറ്റ് 35 രൂപ 43 പൈസയാണ്. അപ്പോൾ നേരെ അങ്ങോട്ട് പോകാൻ വന്ന വഴി തിരിച്ച് പോകാം. അങ്ങോട്ട് പോകാം. കമോൺ ഗായ്സ് കട്ടക്ക് നിൽക്കണം. ബാ ബാ ബാ. ഓർഡർ അടിച്ചിട്ടുണ്ട് അതേ റെസ്റ്റോറൻ്റാണ് ന്യൂ അനന്തപുരി ഫാസ്റ്റ് ഫുഡ്. തിരിച്ച് വരേണ്ടി വരും അട്ടിയൂർക്കാവിലോട്ട്. ആർക്കറിയാം പോയി നോക്കും പറയാൻ പറ്റും. ഓക്കെ അങ്ങനെ അനന്തപുരി ഫാസ്റ്റ് ഫുഡ് എത്താറായി. ഓക്കെ അതേപോലെ വണ്ടിയുടെ സൈഡിൽ പാർക്ക് ചെയ്യാം, വേറെ വിഷയമൊന്നുമില്ല. 3270 ഓക്കെ. ഓക്കെ അപ്പോൾ പോകുന്ന അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ തിരുമലയാണ്. ഇവിടുന്ന് 4 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം നാടൻ ചിക്കൻ പരട്ട് പുട്ട് വിത്ത് പയർ കോമ്പോ. പറയുമ്പോൾ കൊതിയാണല്ലേ. പുട്ട് വിത്ത് പയർ കോമ്പോ ചിക്കൻ പരട്ട്. ഓ ആ പുട്ടിൻ്റെ കൂടെ ആ ചിക്കൻ പരട്ടിട്ട് വരവി നല്ല പയറും ചേർത്ത് നല്ല ഉരുട്ടി കഴിച്ച് അങ്ങനെ ഇരിക്കും അല്ലേ. കൊതിയാവണല്ലോ. ഇതിന്റെയൊക്കെ കളർ കാണുമ്പോ കഴിക്കാൻ തോന്നുക. കഴിക്കണം. അയ്യോ സത്യം പറയാം ഇതൊക്കെ കാണുമ്പോഴേ ഇല്ലാത്ത വശം പൊട്ടാവയാണ്. അപ്പോൾ മോള് കണ്ട അമ്പിളിയമ്മാവൻ ഒരു വെള്ള കളർ അല്ലാതെ ഒരു മഞ്ഞ കളറായിക്കണ്. സംഭവം എന്ത് പറ്റി? അമ്പിളിയമ്മാൻ്റെ മുഖത്ത് ആര് മഞ്ഞൾ പൂശിയത്? മുഖത്ത് എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ വെളുക്കാൻ രക്തേന്ദ്രം പുരട്ടിയതാണെന്ന് പറഞ്ഞാൽ മതി. എന്തോ സംഭവം ഉണ്ട് കേട്ടാ. ചിലപ്പോൾ ഇന്ന് രാത്രി ന്യൂസിൽ കാണുമായിരിക്കും എന്ത് സംഭവം എന്നുള്ളത്. ഓക്കെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് റൈറ്റാണ് പോകേണ്ടത്. ഓക്കെ ശരി ഓർഡർ ഡെലിവേർഡ്. അപ്പോൾ ഓക്കെ പോന്ന അങ്ങനെ ഐശ്വര്യമായിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് പിടിക്കാത്ത ഇറക്കാണ്ട് കുഴപ്പമില്ല, തള്ളി സ്റ്റാർട്ട് ചെയ്യാം. അത്രേ ഉള്ളൂ, സ്റ്റാർട്ടായി വിഷയമില്ല. ഓക്കെ ഇപ്പോൾ കേട്ടി ഓർഡർ പേയ്മെൻറ്റ് 41 രൂപ 54 പൈസയാണ്. ഓക്കെ ഇപ്പോൾ നേരെ എങ്ങോട്ട് പോകാൻ? എവിടെ പോകാൻ? തിരുമല ജംഗ്ഷനിൽ പോകാല്ലേ. അവിടെ പോയി നേരത്തെ ഓർഡർ അടിച്ച് കൊണ്ടെങ്കിൽ പോവാം. നല്ല പാട്ടല്ലേ, ഒരു പുതുമയുള്ള പാട്ടല്ലേ. ഒരു എന്ത് പറയാം, ഒരു ജോളി വൈബുമാണ്, ഒരു വിഷമമുണ്ട് ഈ പാട്ട് കേൾക്കുമ്പോൾ അല്ലേ. ജോളി വൈബ് എന്ന് പറയുമ്പോൾ ആ ടീം, ആ ഒരു മഞ്ഞുമൽ ബോയ്സ്. പിന്നെ വിഷമം എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, കുഴിക്കാത്ത വീണ ആ ഒരു സുഭാഷിൻ്റെ ഒരു കാര്യം ആലോചിക്കും വിഷമമായിരിക്കും. ആ പടം കണ്ടപ്പോൾ ഒരു പ്രത്യേക ഇമ്പാക്റ്റ് അല്ലേ എല്ലാവരുടെ മനസ്സിനകത്ത്. നല്ല പടം. മണി ഇപ്പോൾ കറക്റ്റ് 8:45 ആയിട്ടുണ്ട്. അതായത് 7 to 9 വരെ 4 ഓർഡർ എടുത്ത് കഴിഞ്ഞാൽ 40 ഇൻസെൻറ്റീവാണ്. ഇപ്പോൾ 9 മണി ആയിക്കഴിഞ്ഞാൽ ഇൻസെൻറ്റീവ് കട്ടാവും. ഓക്കെ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഗണേഷ് ഭവൻ ജഗതിയിലാണ് പോകേണ്ടത്. ശരി കുഴപ്പമില്ല, ചെറിയ ഓർഡർ. ഇൻസെൻറ്റീവ് ആയില്ല 40 രൂപ. 40 രൂപ ഇൻസെൻറ്റീവ് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്. നമ്മൾ ചെയ്യേണ്ട ജോലി കറക്റ്റായിട്ട് ചെയ്യുക. ഒരു മാജിക് കൊണ്ടാകും ഒരു ദിവസം, അതുവരെ വെയിറ്റ് ചെയ്യുക, അത്ര തന്നെ. ഓക്കെ അങ്ങനെ ഗണേഷ് ഭവൻ എത്തിയിട്ടുണ്ട്. ഗണേഷ് ഭവൻ ഓക്കെ റെഡി ആയിട്ടുണ്ട്. 4 to 8 എത്തിയല്ലോ. അങ്ങനെ ഓർഡർ കഴിഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പൂജപ്പുരയാണ്. ചാടിയാറ് ഇവിടെ നിന്ന് 2.4 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം 2 ഇഡ്ഡലി കോമ്പോയാണ്. ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ, കുഴപ്പമില്ല, അടിപൊളി തണുത്ത കാറ്റ്. ഈ ചൂട് സമയത്ത് സത്യം പറയല് എന്തൊരു ചൂട്, ഇത് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. രാത്രി കുറച്ച് മഞ്ഞുണ്ടെങ്കിൽ മതിയായിരുന്നു, അതുമില്ല. രാത്രിയും ചൂട് പകലും ചൂട്. രാത്രിയാണ് കൂടുതൽ ചൂട് പകലേക്കാളും. ഓ എന്തൊരു ഗതി കേട്ട ജീവിതം അല്ലേ. ഓരോ വർഷം കൂടുന്തോറും വെയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ലോകം അവസാനിക്കും ഈ പോക്കാണെന്നുണ്ടെങ്കിൽ. ഓക്കെ ലൊക്കേഷൻ എത്താറായി. ചാടിയാറല്ലേ. ഇവിടെ ഇത്ര ഒരു 50 മീറ്റർ ദൂരമേളോ ഇത് തന്നെ. ഓക്കെ ഓക്കെ ഇവിടെ അല്ലേ 207. ഓക്കെ ഓക്കെ താങ്ക് യു. ശരി ഓക്കെ ക്യാഷ് ഓൺ ഡെലിവറിയാണ്. 207 വാങ്ങിച്ചിട്ടുണ്ട്. പോവാന്നാ ഓർഡർ ഡെലിവേർഡ്. ഓക്കെ അപ്പോൾ വന്ന വഴി തിരിച്ച് പോകാം. ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 29 രൂപ 75 പൈസയാണ്. ഇന്നത്തെ റൈഡ് അത്ര പോരാ, ഫുൾ ഡേ വഴി ലാഭമാണ്, പാർട്ട് ടൈം വഴി വേസ്റ്റാണ്. അടുത്ത ഓർഡർ അടിച്ചുകൊണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കട്ട പോസ്റ്റ് അരമണിക്കൂർ. ശരി കുമാർ കഫേയിൽ ഓർഡർ അടിച്ചു പാപ്പ. സത്യം പറയല്ലോ കട്ട ശോകം എന്ന് പറഞ്ഞാൽ കട്ട ശോകം. ഒരേ പോസ്റ്റ് ഇരുന്ന് റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ. ഇവിടെ നിന്ന് 2.5 കിലോമീറ്റർ ഉണ്ട് കിള്ളിപ്പാല കുമാർ കഫേ എത്താനായിട്ട്. എന്തോന്നടേ കാണിക്കണം നീയൊക്കെ. പൂജപ്പുര എവിടെയും കിള്ളിപ്പാല കുമാർ കഫേ എവിടേക്കും. ഇവിടെ നിന്ന് അങ്ങറ്റം വരെ പോകണം. പിക്കപ്പിന് പൈസ, ഡ്രോപ്പിന് മാത്രമേ പൈസ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നഷ്ടമല്ലേ. ശരി മണി ഇപ്പോൾ കറക്റ്റ് 9:30 മണി ആയിട്ടുണ്ട്. 1/2 മണിക്കൂറിൽ ഒരു ഓർഡർ എടുത്തിട്ട് വീട്ടിൽ പോകാം, അത്ര തന്നെ. അയ്യോ അയ്യോ നമ്മളെ ജീവിതമൊക്കെ എന്ന് മാറാമല്ലോ അല്ലേ. അതുവരെ കാത്തിരിക്കാം. പറഞ്ഞില്ലേ ചെയ്യേണ്ട ജോലി കറക്റ്റാണ് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു മാജിക് നടക്കും, അതുവരെ കാത്തിരിക്കാം ഈ ജന്മം മുഴുവനും അല്ലേ. അയ്യോ അയ്യോ
കാത്തിരിപ്പിന് സുഖമുണ്ട് അല്ലേ? കാത്തിരുന്ന് കെട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു പവർ വേറെ. ഓക്കെ, കിള്ളിപ്പാലം കുമാർ കഫേ എത്തിയിട്ടുണ്ട്. ഇവിടെ കൊണ്ട് വണ്ടി അവിടെ വയ്ക്കാം. നല്ല തിരക്കുണ്ടല്ലോ. അമ്മോ, റെഡി ആയിട്ടില്ല. 11 മിനിറ്റ് ആവും, തീർന്നു. ഇപ്പോൾ പോസ്റ്റിന് ഇവിടെ കട്ട പോസ്റ്റ്, ഒരു രക്ഷയില്ല. അപ്പോൾ എത്ര നേരമായി ഇത്? 1/2 മണിക്കൂർ പോയി. സാധനത്തിന് ഇത്ര സമയം ടൈമും കഴിഞ്ഞിട്ടാണ് ആയിരിക്കുന്നത്. അതിൻ്റെ അതാണ്. ഓക്കെ, റെഡി വന്നു. അമ്മോ, റെഡി വന്നു. അരമണിക്കൂർ പോസ്റ്റായി, ഓർഡർ കെട്ടി, കുഴപ്പമില്ല. പോവാം. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ MLA റോഡാണ്, മണക്കാട്. ഇവിടുന്ന് 2.4 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം വെട്ട് കേക്ക്, ചപ്പാത്തി, ചിക്കൻ 65, പിന്നെ ഇടിയപ്പമാണ്. മണി ഇപ്പോൾ കറക്റ്റ് 10 മണി ആയിട്ടുണ്ട്. ഇവിടെയാണ് റോഡ് ബ്ലോക്ക് വെച്ചിരിക്കുന്നത്, അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ചാല വഴി കയറിയാണ് പോകുന്നത്. കുറച്ച് കറക്കമാണ്, കുഴപ്പമില്ല. എന്ത് ചെയ്യാൻ പറ്റും? വേറെ വഴിയില്ലല്ലോ. രാത്രിയാണ്ട് കുഴപ്പമില്ല, ചാലക്കകത്ത് അധികം തിരക്കില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറാൻ പറ്റുമോ? കുറേ ലോറികൾ കാണും, വലിയ ലോഡ് ഇറക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ വഴിയുണ്ടോ? ഓഹോ, ഇവിടെയും വഴി കുറവാണ്. പയ്യെ കയറി പോവാം. ബൈക്ക് മാത്രമേ പോകുള്ളൂ, കാറൊന്നും പോവില്ല കേട്ടോ. പക്ഷേ എൻ്റെ അമ്മ കിടക്കണ കിടപ്പ് കണ്ട വെട്ടിയിട്ട വാഴ പോലെ അല്ലേ. ഇവിടെ കംപ്ലീറ്റ് ഓർഡർ പണി നടക്കുകയാണ് കേട്ടോ. കുഴപ്പമില്ല, കയറി പോകാം. ഇവിടെ എല്ലായിടത്തും ബൈക്കേ പോകുള്ളൂ, കാറൊന്നും പോകില്ല കേട്ടോ. ഇപ്പോൾ കുരിയാത്തി വഴി മെനക്കെടാണ്. ഇപ്പോൾ പോകണമെന്നുണ്ടെങ്കിൽ മണക്കാട് വഴി പോകണം. കംപ്ലീറ്റ് സ്ലാബ് അടുക്കി വെച്ചിരിക്കുകയാണല്ലോ. ഇതൊക്കെ എന്ന് തീരാൻ പോകണം എന്തോ, പെട്ടെന്ന് തീക്കണ. ഓക്കെ, നമ്മൾ മണക്കാട് ജംഗ്ഷൻ എത്തി. ഇവിടുന്ന് നേരെ പോകണം MLA റോഡ്. ഓക്കെ, ലൊക്കേഷൻ എത്താറായി. ബിലവാൽ നഗർ MLA റോഡ്. ഇവിടെ തന്നെ ലെഫ്റ്റ് അവിടെയാണോ? ഓക്കെ ഓക്കെ ശരി. ഓക്കെ, അപ്പോൾ പോകാം. ലാസ്റ്റ് ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 31 രൂപ 12 പൈസയാണ്. അതായത് പൂജപ്പുരയിൽ നിന്ന് 2 കിലോമീറ്റർ പിക്കപ്പ്, കിള്ളിപ്പാലത്ത് വന്ന് അരമണിക്കൂർ കൂടുതൽ വെയിറ്റ് ചെയ്ത് നിന്ന് ഇവിടെ കൊണ്ട് കൊടുത്തതിന് 31 രൂപ 12 പൈസ. സൂപ്പർ അല്ലേ? അടിപൊളിയല്ലേ? நான் முன்னாடியே சொன்ன மாதிரி 600 ரூபா பெருமானமுள்ள இந்த சென்ட் பாட்டில 200 ரூபாய்க்கு கேட்டதால கம்பெனிக்கு கட்டுப்படியாகல. ഇവിടെ കുറേ നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. അത് പറയാൻ പോയി കഴിഞ്ഞാൽ കുറേ ഉണ്ട്. അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊക്കെ സാഹചര്യം ഗതികേട് വർക്ക് ചെയ്യണം അല്ലേ. 31 രൂപയ്ക്ക് വേണ്ടി ഇത്ര മണിക്കൂറുണ്ടോ? വെറുപ്പുണ്ടാവും ചില സമയത്തൊക്കെ, അറിയാമോ? സത്യം പറയാല്, ഇപ്പോൾ കയ്യിലുള്ള ഒരേ ആയുധം യൂട്യൂബ് മാത്രമേ ഉള്ളൂ. ഇവിടെ എങ്ങനെയെങ്കിലും ക്ലച്ച് പിടിച്ച് റീച്ചായി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ കഷ്ടപ്പാടെല്ലാം മാറും. ഓക്കെ, അപ്പോൾ നേരെ വീട്ടിൽ പോകും. അത്ര എല്ലാം കഴിഞ്ഞ് ഇന്നത്തെ ഓട്ടോ ഒക്കെ ഭയങ്കര തേപ്പായിപ്പോയി. കഴിഞ്ഞ ഓട്ടത്തിനേക്കാൾ ഇപ്രാവശ്യം ഭയങ്കര തേപ്പ്. വീക്കെൻഡ് മാത്രമേ ഉള്ളൂ എന്തെങ്കിലും പൈസ കൈ പറഞ്ഞതല്ലേ. അടവുതുങ്കട സംഗ് നാദണ്ട ചോറ് കിങ് തമിഴ് ഈസ് മൈ മദർ ടങ് ഐ ആം സിംഗിൾ ലയൺ കിങ് ഊത് സംഗ് എരുമയ്ക്ക് കൂടെ ബ്ലൂ ക്രോസ് ഇருக்கு எனக்காக யோசிக்க വീരായിരിക്ക്. ഓക്കെ, അങ്ങനെ വീടെത്തി കഴിഞ്ഞു. കേട്ടാ എല്ലാം നീ കേക്ക് കളിപ്പണ്ണ. ഇപ്പം ലൈഫ് അടിച്ച് വിളിക്കാൻ ഗായ്സ്, കാമോൺ. ഇപ്പോൾ വൈശൂട്ടി വെക്കേഷനാണ്, പരീക്ഷയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഫുൾ മാർക്ക് എടുക്കുമല്ലോ, നാളെയാണ് റിസൾട്ട്. നോക്കാം. എന്തായാലും വൈശൂട്ടി ജയിച്ചിട്ടുണ്ട്. LKG, അടുത്ത UKG പോകണം അല്ലേ. പാടി ഞാൻ കളിപ്പണ്ണ വലിയാണ് ഇപ്പോൾ കാണാൻ പോലെ അല്ല. ശരി, ഓക്കെ. കാപ്പി എന്ന് പറഞ്ഞ ഇടിയപ്പം ഉരുളക്കിഴങ്ങ് കറിയാണ്. അപ്പോൾ കഴിക്കാം, നല്ല വിശപ്പുണ്ട്. വാ. അപ്പോൾ അതിനുപാട് കണക്കും കാര്യങ്ങളൊക്കെ പറയണ്ടേ. അപ്പോൾ ഇന്ന് മൊത്തം കെട്ടിയ ഓർഡർ 6 ഓർഡറാണ്. മൊത്തം കെട്ടിയ പേയ്മെൻറ്റ് 275 രൂപ. അതിൽ 40 ഇൻസെൻറ്റീവ് ആണ്. ഇതാണ് കണക്ക്. നഷ്ടമാണ്, സത്യം പറയാമല്ലോ, ഭയങ്കര നഷ്ടമാണ്. ഇപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് പൊതുവെ ഓർഡർ കുറവാണ്. അത് പറഞ്ഞ് കാര്യമില്ല. അപ്പോൾ എന്തായാലും ഓടിയിട്ട് വന്ന് ഒരു സൊമാറ്റോ വ്ളോഗുമായി. ഓക്കെ, കഴിക്കാന്നാ. അപ്പോൾ അത് ഇടിയപ്പം എടുക്കുക, കുറച്ച് കറി എടുക്കുക. നല്ല ഇടിയപ്പവും കറിയും നല്ല വരവി നല്ല മിക്സ് ആവണം. മിക്സ് ആയതിനു ശേഷം ഇങ്ങനെ വലിയ ഉരുണ്ട എടുക്കുക. വലിയ ഉരുണ്ട എടുത്തിട്ട് നല്ല എരി എരിവുണ്ട്. ഉരുളക്കിഴങ്ങ് കറി നല്ല എരിവുണ്ടെന്നാണ് പറഞ്ഞത്. എനിക്കൊരു വിഷയമില്ല, എനിക്കൊരു ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ആർന്ന് പറയാമല്ലോ. അപ്പോൾ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. കമോൺ ഗായ്സ്, കട്ടൊക്കെ നിൽക്കണം. വാ 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 വാ.